ഹലോ! മോളുടെ ആദ്യത്തെ താലപ്പൊലി പ്രമാണിച്ച് ഞാനും റാൽസിയും കൂടെ കൈ കിട്ടിയ കണ്ടം തുണി എടുത്തൊരു പട്ടുപാവാട സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതാണ് തുണി. റാൽസി അത് അതിമനോഹരമായിട്ട് തയ്ച്ച് തന്നിട്ടുണ്ട്. പട്ടുപാവാട കിട്ടിയ പാതി കിട്ടാത്ത പാതി ഞാൻ അപ്പം തന്നെ അത് മോൾക്ക് ഇടിപ്പിച്ച് കൊടുത്തു. ദേ അടുത്തത് നമ്മുടെ ഫേസ് മേക്കപ്പാണ്. അതിനും റാൽസി തന്നെ വരേണ്ടി വന്നു. പുള്ളിക്കാരിക്കാണെങ്കിലോ ഒരുങ്ങാനാണെങ്കിൽ വലിയ ഇഷ്ടമാണ്. ലിപ്സ്റ്റിക് ഇടാനാണ് പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് ഇടുന്ന ഭാഗം എത്തിയപ്പോൾ കണ്ണിമ വെട്ടാതെ അവൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം അതുപോലെ അനുസരിച്ചിരിപ്പുണ്ട്. തുറക്കാൻ പറയുമ്പോൾ തുറക്കുന്നു, അടയ്ക്കാൻ പറയുമ്പോൾ അടയ്ക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് തട്ടിക്കുട്ടിയൊരു ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ മാലയോ വളയോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാല അമ്മയുടെ ഒരു പഴയ സ്വർണ്ണമാലയാണ് കേട്ടോ. അമ്മ കല്യാണത്തിനിട്ട, അവളുടെ അച്ഛമ്മ കല്യാണത്തിനിട്ട മാലയാണ് അവൾക്ക് മാലയായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സോ പോണ വഴിക്ക് കുറച്ച് വളയും പൂവും ഒക്കെ വാങ്ങിച്ച് നമ്മൾ ഫൈനൽ ലുക്ക് അടിപൊളിയാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരി ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, മാക്സിമം ഷോ ഇറക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അമ്പലത്തിലെ ലുക്ക്. ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരുന്നു കേട്ടോ പുള്ളിക്കാരി. ദേ തട്ടവും താലപ്പൊലിയും ഒക്കെ ആയിട്ട് റാൽസി തന്നെയാണ് അവളെ കൊണ്ടു നടന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും റാൽസി ഇല്ലാത്തൊരു കഷായം ഇല്ലല്ലോ എന്ന്. ശരിയാണ്, റാൽസി തന്നെയാണ് ഇന്നത്തെ ഔട്ട്ലുക്കിൻ്റെ ഫുൾ ക്രെഡിറ്റ് എടുത്തിരിക്കുന്നത്. സോ ഇപ്പം നിങ്ങൾ വിചാരിക്കും നല്ല രീതിയിൽ നല്ല കുട്ടിയായിട്ട് അവൾ താല്പര്യം കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, എന്ത് മര്യാദയുള്ള കുട്ടിയെന്ന്. എന്നാലോ ഇതിൻ്റെ പര്യവസാനം എങ്ങനെയാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദേ മെയിൻ താലപ്പൊലി ഗ്യാങ് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു വലിയ ഗ്യാപ്പിട്ട് ഇടഞ്ഞ ആന വരുന്ന പോലെ എൻ്റെ മോള് പതിയെ പതിയെ വരുന്നുണ്ട്. മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ കയ്യിലിരുന്ന താലവും വിളക്കും അരിയും പൂവും എല്ലാം തറയെ തട്ടിയിട്ട് ആ തട്ടിയിട്ട വിളക്കെല്ലാം കൂടെ എടുത്ത് വീണ്ടും കത്തിച്ച് പിടിച്ചുകൊണ്ടാണ് റാൽസി വരുന്നത്. അത് അവളുടെ മുഖത്തെ ചിരി കാണുമ്പോൾ മനസ്സിലാവും.